ഹായ് നമസ്കാരം, എല്ലാവർക്കും 401 പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് വൺസ് വേൾഡ് എന്നായിരുന്നു. അത് ഔദ്യോഗികമായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. 401 ആക്കിയിട്ട് വൺസ് വേൾഡ് എന്ന് പറഞ്ഞാൽ നിറയെ ഇഷ്ടംപോലെ എല്ലാവരുടെ കയ്യിലുണ്ട്. വൺസ് വേൾഡ് അങ്ങനെ വേൾഡ് എന്ന് പറഞ്ഞിട്ട് കുറേ ചാനലുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റി 401 ആക്കി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ മിനി റെഫ്രിജറേറ്റർ, ഒരു ചെറിയൊരു സ്മോൾ ഫ്രിഡ്ജ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങളൊന്നും ഞാൻ പറയണില്ല, നേരെ വർക്ക്ഷോപ്പിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മളെടുത്ത ഷീറ്റ് ഇതാണ്, സാധാരണ ഫോം ഷീറ്റ്. ഇത് 2 വെച്ച് ഒട്ടിക്കാൻ വിചാരിച്ചത്, പക്ഷേ ഇത് നടക്കില്ല. അപ്പോൾ നമുക്ക് വേറൊരു ഐഡിയ കിട്ടി. ഇത് നമ്മുടെ കറണ്ടൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യണത് വേറെ സാധനം. അപ്പോൾ നമുക്കിതിനെ മോഡിഫിക്കേഷൻ ചെയ്യാം. ഡോറ് അത്യാവശ്യം താങ്ങാനുള്ള കപ്പാസിറ്റി ഒക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ വേണ്ടാന്ന് വിചാരിച്ച ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് അപ്ലൈ ചെയ്തേക്കുന്നത്. അത്യാവശ്യം ഗ്ലൂ ഒക്കെ കൊടുത്ത് നന്നായി ഒട്ടിച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അതിനുശേഷം നമ്മൾ മൊത്തം ഫില്ല് ചെയ്യാൻ വേണ്ടി ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് എല്ലാ ഗ്യാപ്പും നമ്മൾ ഫില്ല് ചെയ്തു. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ മുകളിൽ രാത്രി ഏകദേശം 1 മണിയായി. വീടിൻ്റെ മുകളിലാണ്. പകൽ പണി കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്ത കാരണം കൊണ്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ വീണ്ടും പണി തുടങ്ങി. അപ്പോൾ നമ്മൾ റെഫ്രിജറേറ്ററിൻ്റെ മോടി കൂട്ടാൻ വേണ്ടി നമ്മൾ റെഡ് സ്റ്റിക്കറാണ് എടുത്തേക്കണത്. ഇനി നമുക്ക് ഓരോ ഭാഗമായിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ മച്ചന്മാരെ ഇതിൽ ഒട്ടിക്കുമ്പോൾ നമ്മൾ ഹീറ്റർ ഗണ്ണ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അത്യാവശ്യം ഹീറ്റുള്ള കാരണം കൊണ്ട് കയ്യോ കാലോ പൊള്ളാൻ സാധ്യത വളരെ കൂടുതലാണ്. ഡോറിൻ്റെ അവിടെ നല്ല ഗ്യാപ്പ് ഉള്ളത് കാരണം കൊണ്ട് എയർ സർക്കുലേഷൻ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള കാരണം കൊണ്ട് നമ്മൾ ഫോം ഷീറ്റ് കൊണ്ട് വീണ്ടും ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ സ്റ്റിക്കർ വർക്ക് ഏകദേശം ഫിനിഷിംഗ് ആയിട്ടുണ്ട്. എല്ലാ വർക്കും ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രീസറിൻ്റെ ഡോറിന് ഹാൻഡിലില്ല. അപ്പോൾ നമുക്ക് ഒരു ഹാൻഡിൽ വയ്ക്കാം. അപ്പോൾ 20 രൂപ ഏകദേശം ചിലവ് വരുന്ന ഒരു ഹാൻഡിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോറിന് 2 ഹോളൊക്കെ ഇട്ടിട്ട് അപ്പുറത്ത് കൂടി ഒരു ബോൾട്ടൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ വർക്കൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ പഴയൊരു സ്ക്രാപ്പിൽ നിന്ന് എടുത്തൊരു ഫാൻ, അത് ഫ്രെയിമൊക്കെ കൂട്ടി സെറ്റാക്കി എടുത്ത ഒരു ഫ്രെയിമാണ്. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ വരുന്ന തണുപ്പ് എല്ലാ സ്ഥലത്തേക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലവ് കുറച്ച രീതിയിൽ ഒരു ഫാൻ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഉള്ളിൽ വരുന്ന തണുപ്പെല്ലാം ഇത് ഫാൻ വഴി എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു ഫാൻ സെറ്റ് ചെയ്യാം. ഫാൻ ഓക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത സ്റ്റേജിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് 5 ആമ്പിയർ വരുന്ന ഒരു പവർ സപ്ലൈ ആണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഏകദേശം 4 പീസ് വരുന്ന ഹീറ്റ് സിങ്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ട് സ്ക്വയറിൽ ഗ്രൂവ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ അവസാന ഭാഗം ഒട്ടിച്ച് കഴിഞ്ഞു. നമുക്ക് ഇനി പവർ സപ്ലൈ കണക്ട് ചെയ്യാം. ഇനിയാണ് ടാസ്ക് ആയിട്ടുള്ള പരിപാടി. ടാസ്ക് ഒന്നും ഇല്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ പവർ സപ്ലൈ എല്ലാം സെറ്റായിട്ടുണ്ട്. യെല്ലോ നെഗറ്റീവും റെഡ് പോസിറ്റീവുമാണ്. ഇനി നമുക്ക് പവർ സപ്ലൈ എല്ലാം കണക്ട് ചെയ്ത് എല്ലാം കൂട്ടി പിരിച്ച് കൊടുക്കാം. ഓക്കെ, ഇനിയുള്ള പോസിറ്റീവ് വയറുകളെല്ലാം റെഡ് വയറിലും നെഗറ്റീവ് വയറുകളെല്ലാം യെല്ലോ വയറിലും കണക്ട് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ പണി ഫുള്ളായി തീർന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ മിനി റെഫ്രിജറേറ്റർ ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. കണക്ഷനൊക്കെ കൊടുത്ത് ഫാനൊക്കെ വറയ്ക്കുന്നു. അപ്പോൾ വയറിങ് ചെയ്തെല്ലാം വൃത്തിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തെറ്റിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ ഭാഗത്തേക്ക് കിടക്കാം. ഓക്കെ, ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിയിൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫാന് നല്ല തണുപ്പൊക്കെ വന്നോണ്ട് ഡീല്. അപ്പം നമ്മൾ 10ൻ്റെ വെള്ളം 10 2 മാറ്റിട്ടുണ്ട്, 4 മാറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുകയാണ്. 15 മിനിറ്റിൽ നമുക്ക് എന്താവണം നോക്കാം. ഓക്കെ, 15 minutes later. ഹായ് മച്ചന്മാരെ, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. വീണ്ടും 15 മിനിറ്റ് നമ്മൾ വെച്ച് നോക്കി. അപ്പോൾ ഏകദേശം തണുപ്പായിട്ട് ഇവിടെ വന്നാൽ ശരിക്കും കാണാൻ പറ്റും. നമുക്ക് ഡോറ് തുറക്കാം. അത്യാവശ്യം കളറൊക്കെ വന്നിട്ടുണ്ട്. ആ ചെറിയൊരു ഈർപ്പം വരുന്നുണ്ട്, ആ ഈർപ്പൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം തണുപ്പായിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാത്തിനും 4 തണുപ്പായിട്ടുണ്ട് കേട്ടോ.
ഈർപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുറച്ചൊക്കെ ഈർപ്പൊക്കെ വന്നിട്ടുണ്ട്. മാക്സിമം 15 മിനിറ്റ് വെച്ചപ്പോഴേക്കും അത്യാവശ്യം ചില്ലായിട്ടുണ്ട്. ഉണ്ടാ ഓക്കെ. അപ്പോൾ നമ്മുടെ സംഭവം സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഫ്രീസർ ഉണ്ടാവും. അത് 2 മെൽറ്റർ മുടികൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഫ്രീസറാണ് നമ്മുടെ കുട്ടി ഫ്രീസർ. അപ്പോൾ ഇത് നമ്മൾ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ.